ഇത് ഞാൻ പുരോഹിതന്മാരെ പറ്റി ഒന്ന് പറയാം. പ്രിയപ്പെട്ട, ഞങ്ങൾ പറയുന്നത് സത്യസുവിശേഷമാണ്. അപ്പോൾ നിങ്ങളുടെ മതഭക്തി കൊണ്ടും നിങ്ങളുടെ പൗരോഹിത്യം കൊണ്ടും നിന്നുകൊണ്ട് ദൈവവചനമായിരിക്കുന്ന ബൈബിളിനെ നിഷേധിക്കുന്നത്. ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഈയിടെ ഞാൻ തെങ്കാശിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുകയാണ്. അവിടെ കത്തോലിക്ക മതവിശ്വാസികൾ നിരവധിയായിരിക്കുന്ന ആര്യങ്കാവ് എന്ന് പറയും. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു കത്തോലിക്കന്റെ വീട്ടിൽ ഞങ്ങളെ കയറ്റത്തില്ല. അവർ ഞങ്ങളുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യം. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഒരു നിയമം വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ പെന്തക്കോസ്തുകാരെ വീട്ടിൽ കയറ്റിയെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ ഫൈൻ കൊടുക്കണം. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക പ്രിയപ്പെട്ടത്. പെന്തക്കോസ്തുകാര് വീട്ടിലേക്ക് അവരെ കയറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2000 രൂപ പള്ളിക്ക് ഫൈൻ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം പാവങ്ങളാ. അവർക്ക് 2000 പോയിട്ട് 200 രൂപ കൊടുക്കാനില്ലാത്തവരാ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ നിങ്ങൾ ഇങ്ങനെ നിഷേധിക്കല്ലേ. എന്റെ പ്രിയ പുരോഹിതനെ, നീ നാളെ മരിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്ത് പറയാനുള്ളത്? നീ ഇത്രയും ജനങ്ങളുടെ കണക്ക് തീർക്കുമോ? ഇവരും നരകത്തിലേക്ക് പോകുകയല്ലയോ, നീയും നരകത്തിലേക്ക് പോകുകയല്ലയോ? അന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിനക്ക് എന്ത് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ബൈബിളിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കല്ല. എന്റെ പ്രിയപ്പെട്ട പുരോഹിതന്മാരെ, നിങ്ങൾ ഇതിനെ എതിർത്ത് നിൽക്കല്ല. നിങ്ങൾക്ക് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകള പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നോളാം. നിങ്ങളുടെ ധനമഹാത്മ്യത്തിനും നിങ്ങളുടെ ഉന്നത ഭാവത്തിനും വേണ്ടി ജനങ്ങളുടെ രക്ഷയെ തടഞ്ഞു വെക്കുന്നത് ദൈവത്തിന് ഏറ്റവും കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്.